ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മളിതേ പാകി വെച്ചിരുന്ന കുറ്റിപ്പയറിൻ്റെ വിത്തുകളാണേ. കണ്ടോ, ഇതുപോലെ പ്ലാവിലേക്കകത്തും അതുപോലെ ഗ്ലാസ്സിനകത്തും ഒക്കെ നമ്മൾ പാകിയിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല ഭംഗിയായിട്ട് കിളുത്ത് വന്നിട്ടുണ്ട്. നമ്മളിവിടെ കൊടുക്കുന്ന കുറ്റിപ്പയറിൻ്റെ വിത്തുകളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ടോ, ഇതേപോലത്തെ വിത്തുകളാണ്. അപ്പോൾ ഒരു കാര്യം കൂടെ ഓർത്തോണം, നമ്മൾ ഈ പയർ കുഴിച്ചു വെക്കുന്നതിനോടൊപ്പം ശരിക്കും പറഞ്ഞാൽ ഒക്ടോബർ ഒരു പകുതിയോളമായി ഒരു 15 അല്ലെങ്കിൽ 20 മുൻപായിട്ടെങ്കിലും നമ്മൾ ശീതകാല പച്ചക്കറികളുടെ വിത്തുകളെ പാകി വെക്കണം. അത് ശീതകാല പച്ചക്കറി എന്ന് പറയുമ്പം കാബേജും കോളിഫ്ലവറും ലെറ്റ്യൂസും അതുപോലെ ബ്രൊക്കോളിയും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. നല്ല വിത്തുകൾ നിങ്ങൾക്ക് ഇത് നല്ല സൂപ്പർ വിത്തുകളാണ്. വിത്തുകൾ കിട്ടാനില്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി. നമ്മളൊരു വാട്സാപ്പ് നമ്പർ നമ്മുടെ വീഡിയോയിൽ തരികയില്ലേ, അതിൽ കൂടെ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ ഇതുണ്ട്, ഇത് ക്യാരറ്റ് കണ്ടോ, അതുപോലെ നല്ല സൂപ്പറായിട്ടുള്ള ബീട്രൂട്ട് ഉണ്ട്. ഒരു വിത്ത് പോലും കിളുക്കാതിരിക്കത്തില്ല, അത്ര നല്ല ക്വാളിറ്റിയുള്ള വിത്തുകളാണിത്. ഞാനിവിടെ പാകി മുളപ്പിച്ചവ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലേ. അപ്പം നമുക്ക് ഇന്ന് മുളച്ചിരിക്കുന്ന ഈ പയറിൻ്റെ വിത്തുകളെ നടണം. അപ്പം നമ്മളിത് നടാനുള്ള ഈ മീഡിയം ശരിയാക്കുന്നതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നേ. അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയുടെ മുന്നിലുള്ള വീഡിയോയിലാണ് ഈ മണ്ണ് ഈ പാത്രത്തിനകത്ത് സെറ്റാക്കുന്നത് കാണിച്ചത്. കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോണേ. അപ്പോൾ ഇനി നമ്മൾ ഇത് നല്ലോണം അടിവളമൊക്കെ ചേർത്ത് സെറ്റാക്കിയിരിക്കുന്ന മണ്ണായതുകൊണ്ട് ഈ തൈകളെ അങ്ങോട്ട് നേരിട്ട് കുഴിച്ച് വെച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു കുറച്ച് മണ്ണ് ഇളക്കും. അപ്പോൾ ഇതിനകത്ത് എന്നാക്കിയാണ് ചേർത്തിരിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ അറിയാം. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കും നല്ല വിളവ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ മണ്ണെന്ന് ഇളക്കിയിട്ട് ഇതിനകത്തേക്ക് ഇടുന്നത് ഇച്ചിരി വാമാണേ. ഈ വാം ഇട്ട് കഴിഞ്ഞാൽ വാം ഒരു ശരിക്കും ഒരു ജൈവ വളത്തിനെ പോലെ, ഒരു ഓർഗാനിക് വളത്തിനെ പോലെയും ഗുണം ചെയ്യും. കൂടാതെ വേരുകളുടെ ബലവും ശക്തിയും വർദ്ധിപ്പിച്ച് നല്ലതുപോലെ മണ്ണിൽ നിന്ന് ചെടികൾക്ക് വേണ്ടുന്ന പോഷകങ്ങൾ വലിച്ചെടുക്കാനും അങ്ങനെ നല്ല വളർച്ചയും വിളവും തരാനും സഹായിക്കുന്ന ഒന്നാണ് വാമെന്ന് പറയുന്നത്. അപ്പം ഈ വാം അതൊരു ഫംഗസാണേ, അത് ചേർത്തിട്ടാണ് നമ്മൾ നടുന്നത്. അപ്പോൾ നമ്മൾ മണ്ണിനകത്തോട്ട് കുറച്ച് വാമിട്ടു. എന്നിട്ട് ഞാൻ ഈ പ്ലാവിലേക്കകത്ത് കിളിപ്പിച്ചിടുന്നത്. ഇങ്ങനെ നമ്മൾ ഇലകൾക്കകത്തും ഗ്ലാസ്സിനകത്തൊക്കെ ഇടുകയാണെങ്കിലത്തെ ഗുണം എന്നാണെന്നറിയോ, നല്ലപോലെ നമുക്ക് മണ്ണിലേക്ക് താത്ത് വെക്കാൻ പറ്റും. അപ്പോൾ അവരുടെ വേരുകൾ കുറച്ചും കൂടെ ആഴത്തിലേക്ക് പോകാനുള്ള, മറിഞ്ഞു പോകാതെ വളരാനും ഒക്കെയുള്ള ഗുണം കിട്ടും. അപ്പം ഞാൻ ഇത് കുറച്ചൊക്കെ അടുപ്പിച്ച് തന്നെയാണ് വെക്കുന്നത് കേട്ടോ. എല്ലാ കുഴിയിലും നമുക്ക് വാമിട്ടിട്ട് വേണം. ഇതിൻ്റെ മണ്ണിളക്കം കണ്ടോ, ഇതുപോലെ മണ്ണിളക്കം ഉള്ളപ്പോഴാണ് പച്ചക്കറി ചെടികൾ നല്ല വിളവ് തരുന്നത്. അപ്പം ഞാൻ ഇതുപോലെ കുറച്ച് വാം അങ്ങോട്ട് ഇടുവാണ്. എന്നിട്ട് ഇതിനകത്തോട്ട് ഇതാ വെക്കുന്നത് കണ്ടോ. അപ്പം നല്ലപോലെ മണ്ണ് വരുന്ന കണ്ടോ ഇതിൻ്റെ മേളിലേക്ക്. അപ്പം വേരിന് മുകളിലേക്ക് നല്ല മണ്ണ് വരുമ്പം അവർക്ക് നല്ല ബലത്തിൽ ആ മണ്ണിനകത്ത് പിടിച്ച് നിൽക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം. ഈ ഗ്ലാസ്സിനകത്തോ അല്ലെങ്കിൽ പ്ലാവിലേക്കകത്തോ ഒക്കെ കിളിപ്പിക്കുന്നതിൻ്റെ ഗുണം. അപ്പം നമ്മളിവിടെ നിന്ന വെണ്ടയെ കളയാതെയാണ് ഇവിടെ പോയിരിക്കുന്നത്. അപ്പോൾ ആ വെണ്ട കണ്ടോ, അന്ന് നമ്മൾ ആ വളമൊക്കെ സെറ്റ് ചെയ്തത് കൊണ്ട് വെണ്ടയ്ക്കൊരു നല്ല വളർച്ച കിട്ടിയിട്ടുണ്ട്. കായൊക്കെ അതിലുണ്ടായി തുടങ്ങുന്നുണ്ട്. അപ്പം നമുക്ക് ഇതേപോലെ ഓരോ കുഴിയിലും വാമിട്ടിട്ട് ഞാൻ ഇതുപോലെ നടുവാണേ. നിങ്ങളും ഇങ്ങനെ തന്നെ നട്ടു കൊടുത്താൽ മതി. നല്ല വളർച്ചയും കിട്ടും, നല്ല വിളവും കിട്ടും. അപ്പോൾ ഇതേപോലെ ഞാനിതെല്ലാം നട്ടിട്ട് കാണിക്കാവേ. നമ്മളിതിൽ നിന്ന് ഇത്രയും തൈകളെ, ഇത്രയും വയ്ക്കാനുള്ള ഒരു ഇടയേ ഇതിനകത്തുള്ളൂ കേട്ടോ. അതിനകത്തേക്ക് മാറ്റി നട്ടു. ഇനി ഈ ബാക്കിയുള്ളതിനെ ഞാൻ എവിടെയാണോ നമുക്ക് സ്ഥലമുള്ളത് അവിടേക്കങ്ങ് നട്ട് വളർത്താം. എന്നിട്ട് ഞാൻ നിങ്ങൾക്കിത് എവിടെയാണ് നട്ട് വെച്ചതെന്നും കൂടെ കാണിച്ചു തരാവേ. പന്തലെ പിടിച്ച് കയറിക്കോളും. അതുകൊണ്ട് ഞാൻ ഇവിടേക്കങ്ങ് വെക്കുവാണേ. കണ്ടോ, അപ്പോൾ ഇതിനെ ഞാൻ അടുപ്പിച്ചടുപ്പിച്ച് തന്നെ വെക്കുന്നത്, കാരണം ഇനി എനിക്ക് ഇടയില്ല. പിന്നെ ഇതിനകത്ത് ഈ ഗ്ലാസ്സിനകത്തൊക്കെ ഒരാളേ ഉള്ളൂ, അതുകൊണ്ട് ഇതിനെ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ആ പയറിൻ്റെ തൈകളെ ഇവിടേക്ക് നട്ടു വെച്ചു. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അടുത്ത ദിവസത്തെ നമ്മുടെ വീഡിയോയ്ക്ക് കയറുമ്പം ഇവർ ചുവട് പിടിച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അപ്പോൾ നമുക്ക് ഇച്ചിരി സാധനങ്ങൾ ഇവിടെ വിളവെടുക്കാൻ കിടപ്പുണ്ട്. നമുക്ക് പെട്ടെന്ന് അവരെ ഒന്ന് വിളവെടുക്കാം. അപ്പോൾ നമുക്ക് വിളവെടുക്കാനുള്ളതെന്ന് പറയുന്നത് കുറച്ച് പാവയ്ക്കയും കുറച്ച് വഴുതനങ്ങയും തക്കാളി, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ
അപ്പം ഞാൻ ചിലതൊക്കെ വിളവെടുത്തിട്ട് നിങ്ങളെ കാണിക്കാം. ഇതൊരു പാവയ്ക്ക കിട്ടി, അതുകൊണ്ട് അവിടെ വേറൊരു പാവയ്ക്കയുടെ കിടപ്പുണ്ട്. ഇനി ഈ പഴയ പാവലിൻ്റെ പന്തലൊക്കെ നമുക്കിപ്പം പൊളിച്ച് കളയാനായിട്ടുണ്ടേ. അതുപോലെ ഞാൻ വേറൊരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അപ്പോൾ ഞാൻ ഇവിടുന്ന് കുറച്ച് വഴുതനങ്ങ പറിക്കുവാണേ. ചെറുതാണ്, കണ്ടമാനം വിളയാനായിട്ട് അങ്ങോട്ട് നിർത്തിക്കൊണ്ട് നിന്നിട്ട് കാര്യമില്ല. കണ്ടോ, ഒരു കൊലയാണ്. കണ്ടോ, ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ വിളവാകാൻ തുടങ്ങിയാൽ നമുക്ക് ആർക്കെങ്കിലും കൊടുത്തു തുടങ്ങണം. ഇപ്പോൾ ഇവിടെ ഒന്നും അങ്ങനെ വിൽക്കാനൊക്കെ ആളെ കിട്ടാൻ പറ്റത്തില്ല. വലിയ അംബാനി പോലത്തെ ബിസിനസ്സുകാരും പിന്നെ IAS IPS റാങ്കിലുള്ള ജോലിക്കാരും ഒക്കെ ആയതുകൊണ്ട് വിൽക്കാൻ പറ്റത്തില്ല. കണ്ടോ, നമ്മളിതേ ഇത്രയും പാവയ്ക്കയും പറിച്ചു, ഇത്രയും വഴുതനങ്ങയും പറിച്ചു. ഇനി പാവയ്ക്ക അവിടെ എവിടെയൊക്കെ ഉണ്ട്. ഇത് കണ്ട്, ഇതിൻ്റെ ചെടി ഇനി മുറിച്ച് കളയാറായതാണ്. പിന്നെ ഇങ്ങോട്ട് വന്നാൽ നമ്മളിത് ഈ കുറച്ച് പാത്രത്തിനകത്താണ് സാലഡ് കുക്കുംബറും ഒക്കെ വളർത്തിയിരുന്നത്. അപ്പോൾ ഈ സാലഡ് കുക്കുംബർ ഒരു 1, 2, 3 വിളവെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ടൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഈ 2 എണ്ണത്തിനകത്തേത് ഞാൻ പറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്നാണെന്നറിയോ, ഓരോ പിടി കുമ്മായം ഈ മണ്ണിനകത്തേക്ക് ഇട്ട് വയ്ക്കും. എന്നിട്ട് ഈ മണ്ണ് കൊത്തി ഇളക്കി ഇട്ടിട്ടാണ് വിത്തുകൾ വെള്ളത്തിനകത്ത് കുതിർക്കാനിടും. അതിനുശേഷം പാകി മുളപ്പിച്ച് വെക്കും. മുള വന്നതിന് ശേഷം ഇവിടേക്ക് നടാൻ വരുമ്പോഴത്തേക്കിന് ആ കുമ്മായമൊക്കെ മണ്ണുമായിട്ട് ചേർന്നിട്ട് മണ്ണിൻ്റെ pH ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് വളം ചേർത്ത് പിന്നെ അങ്ങ് നട്ടാൽ മതി. അപ്പോൾ അത് ഇവിടെ 1, 2 സാലഡ് കുക്കുംബറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. വിളവ് തീരാറായതാണ് ഇതിൻ്റെത്. കണ്ടോ, അപ്പോൾ ഇത് പറിക്കുവാണേ. പിന്നെ ഇവിടെ കണ്ടോ, നല്ല മുട്ടനൊരു പാവയ്ക്ക ഉണ്ടായിരുന്നതാ. രാവിലെ ഞാൻ നോക്കിയപ്പം കളറ് മാറിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിൻ്റെ പൊട്ടി തുറന്നിരിക്കുന്നുണ്ടോ. ഇവർ പൊട്ടി തുറക്കുന്നത് ഇങ്ങനെ കേട്ടോ. ഇങ്ങനെ പൊട്ടി തുറക്കുന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയോ, ആ തുറക്കുന്ന ശക്തിക്ക് ഈ പാവയ്ക്ക കുരുകൾ എങ്ങോട്ടെങ്കിലുമൊക്കെ ചെതറി വീണിട്ട് പുതിയ തൈകളായിട്ട് അവിടെ വളർന്നോളും. അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചെടികൾ ഇങ്ങനെ പൊട്ടി തുറക്കുന്നത്. ഇത് നമുക്ക് അരിഞ്ഞ് നല്ലോണം ഉപ്പിട്ടിട്ട് വറുത്താൽ, പച്ച വറക്കണം, ഉണങ്ങുമൊന്നും ചെയ്യണ്ട, അങ്ങനെ വറുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഈ മുളക് ചെടി കണ്ടോ, നമ്മുടെ ബജിമുളക് വിത്ത് പാകി മുളപ്പിച്ച് കിളിപ്പിച്ചെടുത്തിരിക്കുന്നതാണ്. ഇത് നല്ല ബജിമുളകാണ് ഇതിലുണ്ടാകുന്നത്. ആർക്കെങ്കിലും ബജിമുളകിൻ്റെ വിത്തുകൾ ആവശ്യമുണ്ട്, കണ്ടോ നല്ല മുട്ടൻ ബജിമുളക് ഉണ്ടാകും. ഇത് നമുക്ക് 4ആയിട്ട് കീറി വേണമെങ്കിലും വറുത്തെടുക്കാം. ഇത് ഒരെണ്ണം താഴെ പൊഴിഞ്ഞു പോയിട്ടുണ്ട്, അത് നമുക്ക് കമ്പ് കുത്തി കൊടുക്കും, അങ്ങനെ എങ്ങാണ്ട് ചെയ്തപ്പം പോയതാണ്. അപ്പം ഞാൻ ഈ ഒരെണ്ണമാണ് വിളവെടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ കോളിഫ്ലവറിൻ്റെ തൈകളൊക്കെ കണ്ടോ, ഇതുപോലെ ഇലകൾ കൂടിത്തുടങ്ങി. ഇലകൾ കൂടിത്തുടങ്ങുക എന്ന് പറഞ്ഞാൽ പൂവാകാനുള്ള ഒരുക്കമായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം കാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും ഒക്കെ തൈകൾ നട്ടുപിടിപ്പിക്കാത്തവരുണ്ടെങ്കിൽ ഏറ്റവും വേഗത്തിൽ വിത്ത് വാങ്ങിച്ച് പാകി വയ്ക്കുക. തൈകളെ വളരെ വേഗത്തിൽ മാറ്റി നടാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നമ്മളിത് 3ാമത്തെ വിളവെടുപ്പ്, 3ാമത്തെയോ 4ാമത്തെയോ വിളവെടുപ്പാണ് പയറിൻ്റെ. കണ്ടോ, നല്ല നീളത്തിൽ കണ്ടോ. ഇനിയിപ്പോൾ അധികം ഒരു തവണയൊക്കെ കായ്ച്ചു കഴിഞ്ഞാൽ നല്ല വലിപ്പമുള്ള പയറുകൾ ഉണ്ടാകുന്നതൊക്കെ പിന്നെ കുറഞ്ഞു പോകും, ചെടിയങ്ങ് പ്രായമായി. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ അടുത്ത സെറ്റ് പെട്ടെന്ന് തന്നെ നട്ടുപിടിപ്പിച്ചോണം. ഇതേപോലെ നീളം വയ്ക്കുന്ന പയറിൻ്റെയും പച്ചപ്പയറിൻ്റെയും വയലറ്റ് പയറിൻ്റെയും ഒക്കെ വിത്തുകൾ കിട്ടാൻ താല്പര്യം ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തരുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇടണേ. നമ്മുടെ വീഡിയോയുടെ താഴെ കമൻ്റ് അല്ല കൊടുക്കേണ്ടത്, വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇടണം. മെസ്സേജ് വെച്ചിട്ടാണ് നമ്മൾ പാക്കിങ് നടത്തുന്നത് കേട്ടോ. പിന്നെ ഇതുപോലെ പൂക്കളായി വരുമ്പം പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അത് ചെയ്തു നോക്കണം. ഒരു പൂ പോലും ഉണ്ടായതിനെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് കേട്ടോ. അപ്പം ഇതുപോലെ മൊത്തം പയർ ഞാൻ പറിക്കാൻ പോവുകയാണേ, പറിച്ചിട്ട് കാണിക്കാം. കഴിഞ്ഞ ദിവസം വിളവെടുത്തപ്പോഴും ഇതേപോലെ നമ്മൾ ഉണ്ടായിരുന്നതിനെ മൊത്തം പറിച്ചെടുത്തതാണ്. എങ്കിലേ നമുക്ക് അടുത്ത പ്രാവശ്യം അതേപോലെ തന്നെ വിളവെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളും അങ്ങനെ തന്നെ ചെയ്തോണം. പിന്നെ കീടങ്ങൾ പിടിക്കാതിരിക്കാൻ എപ്പോഴും പയറിന് കൊടുക്കാൻ നമുക്ക് ഏറ്റവും നല്ല നമ്മൾ ചെയ്യുകയാണെങ്കിൽ കൊടുക്കുന്നത് ബിവേറിയയാണേ. പിന്നെ ഇതുപോലെ ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞായിരുന്നു, പുളിയുറുമ്പ് വന്ന് കൂട് കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യം ഒരൊറ്റ മുഞ്ഞയുടെ പോലും ശല്യം എൻ്റെ ഈ ചെടിയിൽ ഇതുവരെ ഈ വിളവെടുപ്പ് തീരുന്നിടം വരെയും ഉണ്ടായിട്ടില്ല. അപ്പോൾ പുളിയുറുമ്പിനെ കണ്ടാൽ നിങ്ങൾ നശിപ്പിക്കാൻ നിൽക്കേണ്ട, അവരങ്ങ് പൊക്കോട്ടെ. നമ്മൾ അവരുടെ അടുത്ത് കൊണ്ടുപോയി തലയും ചെവിയും കണ്ണൊന്നും വെച്ച് കൊടുക്കാതിരുന്നാൽ മതി. അവരവരുടെ തീറ്റി തേടി നമ്മുടെ തോട്ടത്തിൽ കൂടെ നടന്നോളും, നമ്മുടെ വിളകളെ രക്ഷിക്കുകയും ചെയ്യും. നമുക്കതല്ലേ കാര്യം. അപ്പോൾ ഇത്രയും പറിച്ചിട്ടുണ്ട്, കുറച്ചും കൂടെ ഉണ്ട് പറിക്കാൻ. അതും കൂടെ ഞാൻ പറിച്ചിട്ട് കാണിക്കാം. അപ്പം ഈ കുഞ്ഞു വഴുതന ചെടിയിൽ ഇതേപോലത്തെ കുറച്ച് വഴുതനകളുണ്ട്. അപ്പോൾ അതും കൂടെ ഞാനങ്ങ് വിളവെടുക്കുവാണ്.
ഇപ്പോൾ ഉച്ച സമയമായതുകൊണ്ടാണ് ഇവർ ചെറുതായിട്ടുണ്ട് ഇലയൊക്കെ വാടിയാണ് നിൽക്കുന്നത്. അതങ്ങനെ നിന്നോട്ടെ, കുഴപ്പമില്ല, അടുത്ത ദിവസത്തേക്കിന് ശരിയായിക്കോളും. അപ്പോൾ ഇത്രയും ഒരെണ്ണം കൂടെ ഉണ്ട്. മൂത്ത ഒരുമാതിരി വിളഞ്ഞത് വേണം നമ്മൾ പറിക്കാൻ കേട്ടോ. അപ്പം എന്തേ ഇത്രയും വഴുതനങ്ങ കിട്ടിയിട്ടുണ്ടേ. ഇത് നമ്മുടെ ഇവിടെയുള്ള സാലഡ് കുക്കുംബർ. അത് പച്ച സാലഡ് കുക്കുംബറും സ്നോ വൈറ്റ് കുക്കുംബറും പിന്നെ നമ്മുടെ ഷമാമും അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് പാകി വളർത്തിയിരിക്കുന്നതാണേ. അപ്പം എന്തേ ഇതിനകത്ത് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഏതിനമാണ് ഉണ്ടാകുന്നത് നമുക്ക് പറയാൻ പറ്റുകയില്ല. ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്, പൂവൊക്കെ കുത്തി തുടങ്ങി. അപ്പോൾ ഇതുപോലെ സാലഡ് കുക്കുംബറൊക്കെ നട്ട് വളർത്താൻ പറ്റിയ സമയമാണ്. ഇനിയിപ്പം വേനൽക്കാലം പോലുള്ള സമയമാണ് വരാൻ പോകുന്നത്. രാത്രിയിലാണെങ്കിൽ മഞ്ഞും തണുപ്പും ഒക്കെ കാണും. വെള്ളരി പോലെയുള്ള കറിവെള്ളരി ആയാലും സാലഡ് കുക്കുംബർ ആയാലും പിന്നെ ഇതുപോലെ ഷമാമായാലും ഒക്കെ നമുക്ക് നട്ട് വളർത്താൻ പറ്റിയ സമയമാണ്. വിത്തുകൾ കിട്ടാനില്ലാത്തവർ എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി, ഞാനതിൻ്റെ വിത്തുകളൊക്കെ നിങ്ങൾക്ക് എത്തിച്ചു തരാം. പിന്നെ നമുക്കിതേ നമ്മുടെ തക്കാളിയുടെ വിളവൊക്കെ കുറഞ്ഞു കേട്ടോ. 1-2 ഇവിടെ കാണുന്നുള്ളൂ. പിന്നെ പച്ചയാണ്, പക്ഷെ നല്ല വലിപ്പത്തിലുള്ളത് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. ഇത് നല്ല ആപ്പിൾ തക്കാളി എന്ന് പറയുന്ന അതാണ്, നാടൻ തക്കാളിയല്ല, മധുരമുള്ള തക്കാളിയാണ്. പിന്നെ ഈ മത്ത കണ്ടോ ചെറുതായി പോയെന്ന് പറയുന്നത് ഇത് പോളിനേഷൻ നടക്കാഞ്ഞുകൊണ്ടാണ്. പോളിനേഷൻ നടന്ന കായ്കളാണ് വലുതാകുന്നത്. പിന്നെ എന്നോട് ആരോ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മത്ത വിളഞ്ഞു എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ഈ ഞെടുപ്പ് കണ്ടോ, അയ്യോ, ഈ ഞെടുപ്പ് ഇതുപോലെ പഴുത്ത് ഉണങ്ങി വരുന്ന അവസരത്തിൽ, അല്ലെങ്കിൽ ഇതിനോട് ചേർന്നിട്ട് ചെറിയ സ്പ്രിങ് പോലെ കാണും വള്ളിയേൽ, അത് ഉണങ്ങാൻ തുടങ്ങുമ്പോൾ കളറ് മാറുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മത്ത വിളവെടുക്കാറായിന്ന് കേട്ടോ. ഇതിപ്പോൾ ചെറുതാണെങ്കിലും നമുക്കൊരു കറിക്കുള്ളതുണ്ട്. ഇതാണ് നമ്മുടെ പീനട്ട് ഫ്രൂട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇതുപോലെ നല്ല കളറ് വെച്ചിട്ട് കിടക്കും. നല്ല ഇതെല്ലാം തന്നെ പാകമായിട്ടുണ്ട്. നമ്മളിപ്പോൾ പറിച്ചില്ലെങ്കിൽ കിളികൾ വന്ന് അടിച്ചുകൊണ്ട് പോകും. ഇത് കടിച്ച് പൊട്ടിക്കുമ്പോഴേ നല്ലൊരു കടലയുടെ ടേസ്റ്റാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിനെ പീനട്ട് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇതിങ്ങനെ തൊലിയൊന്നും കളയണ്ട, ഇങ്ങനെ കടിച്ചു തിന്നാം. കറി വെക്കാനും കൊള്ളാം ഇത്. നമുക്ക് 2-3 സ്ട്രോബെറി ഉണ്ടായി കിടപ്പുണ്ടേ കണ്ടോ. സ്ട്രോബെറി എപ്പോഴും ഉണ്ടാകുന്നത് കുലകളായിട്ടാണ്. അപ്പം ഞാൻ എൻ്റെ ഇതങ്ങോട്ട് വിളവെടുക്കുവാണേ. എല്ലാ കാലത്തും ഉണ്ടാകുന്ന സ്ട്രോബെറിയാണ് നമുക്കിവിടെ ഉള്ളത്. ഇപ്പോൾ എനിക്കിവിടെ 2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് നന്ദകുമാർ സാറും ഡോക്ടർ ബഷീറും ചോദിച്ചതിന് ഞാൻ 2 തൈകളെ ഇവിടെ നട്ട് വളർത്തിയിരിക്കുന്നതാണേ. അപ്പം ഇതിനെ നമുക്ക് കൊടുക്കാറായിട്ടുണ്ട്. ഇത് ചോട് പിടിച്ച് വരുന്നതേ ഉള്ളൂ. 2 പേർക്കുള്ളതായി. ഇനി ഇതിൽ നിന്ന് ഇതുപോലെ വള്ളികൾ വരുമ്പോൾ ഞാൻ പുതിയ തൈകളെ ഉണ്ടാക്കിയെടുത്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. ഇതേപോലെ അപ്പുറത്തെ സൈഡിലോട്ടും ഉണ്ടായി കിടപ്പുണ്ട് കായ്കൾ. ഞാൻ പറിച്ചെടുക്കട്ടെ. അതെ, ഇത് ഇവരെപ്പോഴും ഇങ്ങനെയേ മണ്ണിൽ തൊട്ട് നിൽക്കരുത്. മണ്ണിൽ തൊടാതെ നിന്നാലേ ഉള്ളൂ നല്ല കേടാകാതെ കിട്ടത്തുള്ളൂ. അല്ലെ വളരെ വേഗത്തിൽ അഴുകൽ പിടിക്കും. അപ്പം ഇത് ഇഷ്ടംപോലെ എണ്ണം ഉണ്ടാകുന്നുണ്ട് കേട്ടോ അവിടെ ഇവിടെ എല്ലാം. ഇത് കണ്ടോ, നല്ല സൂപ്പർ സാധനമാണ് കണ്ടോ. ചെറിയ പുളിയൊക്കെ ഉണ്ട്, സൂപ്പറാ. നമുക്ക് 2-3 കത്രിക്കായും കിട്ടി. ഇത്രയും സാധനങ്ങളാണ് നമ്മളിന്ന് വിളവെടുത്തിരിക്കുന്നത്. ഓരോ സ്ഥലത്തു നിന്നും ഓരോന്നോരോന്നാണ് എടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കിയാൽ മതി. ഇന്നത്തെ സ്പെഷ്യലാണ് പീനട്ട് ഫ്രൂട്ടും അതുപോലെ സ്ട്രോബെറിയും കണ്ടോ. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.